السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ മുന്നേ നടന്ന മനുഷ്യരുടെ ജീവിതം നമുക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ഊർജവും ഇന്ധനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതം അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വെളിച്ചമാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യർ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്, നബിയുടെ അനുചരന്മാരാണ്. നബിയോടൊപ്പം കഴിയാൻ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ജനതയാണ് സഹാബിമാർ. അവർ നടന്ന വഴികളിലൂടെ നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് വലിയ സൗഭാഗ്യമാണ്. അവർ നടന്ന വഴികളിലൂടെ നടക്കുന്നതിലാണ് എല്ലാ നന്മയുമുള്ളത്. അവർക്ക് പരിചയമില്ലാത്ത വഴികൾ അന്വേഷിക്കുന്നതിലാണ് എല്ലാ തിന്മയും ഉള്ളത്. ഈമാനുള്ളവരുടെ കണ്ണ് നനക്കുന്ന, മനസ്സ് നിറക്കുന്ന ജീവിതാനുഭവമാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നമുക്ക് പറയാനുള്ളത്, നമ്മളോട് പറയാനുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആലയുടെ മകൻ അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് പറയുന്നുണ്ട്, കഅബ് ബിൻ മാലിക്കിന്റെ തൗബയുടെ കഥ വായിച്ചിട്ട് എന്റെ ഉപ്പ വല്ലാതെ കരയുന്നത് ഞാൻ കണ്ടു. ഇമാം അഹ്മദ് റഹിമഹുല്ലയെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരാൾ അനുഭവിച്ച കാര്യങ്ങൾ അയാൾ തന്നെ നേരിട്ട് പങ്കുവെക്കുന്നതിന് വേറെ തന്നെ ഒരു രസമാണല്ലോ. അപ്പൊ ആ ഒരു രീതിയാണ് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരിക്കൽ ചെയ്ത തെറ്റിന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധത്തിന് അദ്ദേഹം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. സഹീഹുൽ ബുഖാരിയിലെ 2-3 പേജുകൾ നീണ്ടു നിൽക്കുന്നതാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബയുടെ കഥ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ നിന്ന് ഏകദേശം 50ഓളം പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒറ്റ ഹദീസിൽ നിന്ന് 50ഓളം പാഠങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടേണ്ട പാഠങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മെസ്സേജുകൾ നമുക്ക് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറഞ്ഞു തുടങ്ങാം. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലം അതഖല്ലഫ് അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തിൻ ഗസാഹാ ഇല്ലാ ഗസ്വത്തി തബൂക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ഒരു യുദ്ധത്തിലും നബിയുടെ കൂടെ ഞാൻ പങ്കുചേരാതിരുന്നിട്ടില്ല. തബൂക്ക് യുദ്ധത്തിൽ മാത്രമാണ് നബിയോടൊപ്പം ചേരാതെ ഞാൻ വിട്ടുനിന്നത്. തബൂക്ക് യുദ്ധം നടക്കുന്നത് ഹിജ്റ 9-ാം വർഷമാണ്, റജബ് മാസത്തിലാണ്. റോമക്കാരുമായിട്ടുള്ള യുദ്ധമാണ്. മദീനയിൽ നിന്ന് 700 കിലോമീറ്ററിൽ അധികം ദൂരമുള്ള നാടാണ് തബൂക്ക്. ആ തബൂക്കിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഹിജ്റ 9-ാം വർഷം പുറപ്പെടുന്നത്. ആ യുദ്ധത്തിലല്ലാതെ ബാക്കി എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ബദറിൽ പങ്കെടുക്കാത്തവരുടെ കാര്യത്തിൽ ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ബദറിലേക്ക് പോകുന്നത് ഒരു യുദ്ധത്തിനല്ലല്ലോ, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നബി സെലക്ട് ചെയ്ത ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ ബദറിൽ പങ്കെടുക്കാത്തവരുടെ പേരിൽ ആക്ഷേപമില്ല, ബദറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 2 തവണ മദീനക്കാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പേ കരാർ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ അഖബയും രണ്ടാമത്തെ അഖബയും. ഈ രണ്ടാമത്തെ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആളാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. മദീനക്കാരുടെ കൂട്ടത്തിൽ ആദ്യമേ ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാമെന്നും സഹായിക്കാമെന്നുമുള്ള കരാറാണ് അഖബ. ആ അഖബ ഉടമ്പടിയിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇനി തബൂക്കിൽ എന്തായിരുന്നു കഅബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ? അദ്ദേഹം പറയാണ്, അത്രത്തോളം സാഹചര്യങ്ങൾ അനുകൂലമായ വേറൊരു യുദ്ധവും എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. എന്റെ കയ്യിൽ 2 വാഹനം ഉണ്ടായിരുന്നു എന്നാണ്. 2 യാത്രാ മൃഗങ്ങൾ തബൂക്കിന്റെ സമയത്ത് എനിക്കുണ്ടായിരുന്നു. പല സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്കിലേക്ക് പുറപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഒരു ഒട്ടകം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രശ്നം. പക്ഷേ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കയ്യിൽ അന്ന് 2 ഒട്ടകമുണ്ട്. നല്ല ആരോഗ്യമുള്ള സമയമാണ്, യുവാവാണ്, ചെറുപ്പക്കാരനാണ്, ചോരത്തിളപ്പിന്റെ പ്രായമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്കുള്ള പ്രഖ്യാപനം നടത്തി. സാധാരണ ഒരു യുദ്ധത്തിന് യാത്ര പുറപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലക്ഷ്യസ്ഥാനം കൃത്യമായിട്ട് നിർണയിച്ച് പറഞ്ഞു കൊടുക്കാറില്ല, പരസ്യമായിട്ട് പറയാറുണ്ടായിരുന്നില്ല. കാരണം ചാരന്മാരുണ്ടാകും, ആ രഹസ്യം അവർ ചോർത്തി കൊടുക്കും, അത് ശത്രുക്കൾക്ക് സഹായമായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സൂചനകളാണ് കൊടുക്കുക. ആ സൂചനകളിൽ നിന്ന് സഹാബിമാർക്ക് മനസ്സിലാകും, സഹാബിമാർക്ക് തിരിയുന്ന നിലക്കാണ് പറയുക. എന്നാൽ തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോ ആ എത്താനുള്ള ലക്ഷ്യസ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ കൃത്യമായിട്ട് സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അത് നബിന്റെ ഒരു ശൈലി ആയിരുന്നില്ല, നബിന്റെ ഒരു പതിവ് രീതി അങ്ങനെ ആയിരുന്നില്ല. തബൂക്കിലേക്കുള്ള ലക്ഷ്യസ്ഥാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറയാനുള്ള കാരണം അത്രക്കും പ്രതിസന്ധി നിറഞ്ഞൊരു യുദ്ധമുഖമായിരുന്നു തബൂക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു, മദീനയിൽ നിന്ന് 700 കിലോമീറ്ററിലധികം ദൂരമുണ്ട് തബൂക്കിലേക്ക്. നല്ല പതച്ച മരുഭൂമിയിലൂടെ വേണം യാത്ര ചെയ്യാൻ, ആവശ്യത്തിനുള്ള വെള്ളം പോലും കിട്ടൂല. യാത്രക്കിടയിൽ സഹാബിമാര് ഒട്ടകത്തെ അറുത്ത് അതിന്റെ ഉൾസഞ്ചി പിഴിഞ്ഞ് ദാഹം ശമിപ്പിച്ച യുദ്ധമാണ് തബൂക്ക്. പോരാത്തതിന് മദീനയില് ഈത്തപ്പഴക്ക പഴുത്ത് പാകമാകുന്ന നല്ല സീസണാണ്. അപ്പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടാന്ന് പറഞ്ഞാൽ അതിന് നല്ല ഈമാനികമായ ശക്തി വേണം. ഏതായാലും ഈ പ്രതിസന്ധികളൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷ്യസ്ഥാനം ആദ്യമേ സഹാബിമാരെ അറിയിച്ചിരുന്നു. കാരണം ആ യാത്രക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ അവർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മദീനയിൽ ഒരുക്കങ്ങൾ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരൊക്കെ തബൂക്കിലേക്ക് പുറപ്പെടാനുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഒരുക്കങ്ങളിൽ ഒന്നും പങ്കുചേരുന്നില്ല. ഒരുങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ മടി കാരണം, അലസത കാരണം മാറി നിൽക്കുകയാണ്. അനഖാദിറുൻ അലൈഹി, എനിക്ക് ഒരുങ്ങാലോ, എന്റെ കയ്യിൽ സൗകര്യങ്ങളുണ്ട്, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് കഴിയും, അവർ ഒരുങ്ങിക്കോട്ടെ, നമുക്ക് പിന്നെ അവരെ കൂടെ ജോയിൻ ചെയ്യാം എന്നാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കരുതിയത്. അങ്ങനെ അവരൊരുങ്ങുമ്പോഴൊന്നും കഅബ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ വിഭവങ്ങൾ ഒരുക്കുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഇപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പുറപ്പെട്ടോട്ടെ, ഒരു പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, അവരുടെ കൂടെ ജോയിൻ ചെയ്തോളാം, അവരുടെ കൂടെ ചേർന്നോളാം എന്നൊക്കെയാണ് കഅബ് റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടിയത്. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു ഒരു ഒരുക്കവും നടത്താൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ കഅബ് കാണുന്നത് നിഫാഖിന്റെ പേരിൽ ആക്ഷേപം കേട്ട കുറെ മുനാഫിക്കുകൾ.
നിഫാഖിന്റെ കാര്യത്തിൽ പേര് കേട്ട കുറെ മനുഷ്യന്മാരാണ് പിന്നെ മദീനയിലുള്ളത്. അതല്ല എങ്കിൽ അള്ളാഹു ഇളവ് കൊടുത്തിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത മനുഷ്യന്മാരാണ്. അല്ലാത്തവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അടക്കി പുറപ്പെട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്മാർ മാത്രമാണ് പിന്നെ മദീനയിൽ ബാക്കിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ എത്തുന്നത് വരെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കഅബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, അന്ന് മുസ്ലിം സൈന്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സൈന്യമാണ്. ബദറിലെയോ ഉഹദിലെയോ പോലെയല്ല മുസ്ലിങ്ങളുടെ അന്നത്തെ കണക്ക്. തബൂക്കില് പങ്കെടുത്തത് 30,000 സൈനികരാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 30,000 സൈനികർ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തബൂക്കിൽ എത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. തബൂക്കിലെത്തി സഹാബിമാരുടെ കൂടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഫഅല കഅബ്, കഅബ് എവിടെ? കഅബ് ഇബ്നു മാലിക്കിന് എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപകനെയാണ് നമ്മൾ അവിടെ കാണേണ്ടത്. ആ ഒരു നേതാവിനെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. കാരണം അത്ര സഹാബിമാർ കൂടെ ഉണ്ടായിട്ടും കൂടെ ഇല്ലാത്ത ഒരാൾ ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തിന് ബനൂ സലിമക്കാരനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഗോത്രക്കാരനായ ഒരാൾ മറുപടി കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദ. കഅബ് ഇങ്ങനെ സുഖിയനായിട്ട് നമുക്കിപ്പോ കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ കൂടിയപ്പോ ഓനിങ്ങനെ പരയിലിരിക്കുകയാണ്, ഓൻ നമ്മളെ കൂടെ പോന്നിട്ടില്ല. കുറച്ച് മോശമായിട്ടുള്ള ഒരു വർത്താനാണ് പറഞ്ഞത്. അപ്പൊ ആ വാക്ക് കേട്ടപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തിരുത്താൻ, ബിഅസ മാ ഖുൽത, എത്ര മോശമായ വാക്കാണ് നീ പറഞ്ഞത്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ. കഅബ് ഇബ്നു മാലിക്കിനെ പറ്റിയിട്ട് നല്ലതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ മനുഷ്യൻ പറയുന്നത് ശരിയല്ല. കഅബ് ഇബ്നു മാലിക്കിനെ പറ്റിയിട്ട് മോശമായിട്ട് ഒരു കാര്യവും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കഅബ് റളിയല്ലാഹു അൻഹു കുറ്റം പറഞ്ഞത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്. ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭാഷണമൊക്കെ നബി കേട്ടു, പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ തബൂക്ക് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മദീനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വല്ലാത്ത ടെൻഷൻ. കാരണം എന്താ നബിനോട് പറയാ? കാരണം ഒരു ഇളവും പറയാനില്ല, ഒരു കാരണവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ല. എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമായിരുന്നു, പക്ഷെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇനി എങ്ങനെ ഇപ്പൊ നബിനെ ഫേസ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം കഅബ് റളിയല്ലാഹു അൻഹു വല്ലാതെ അലട്ടി. അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുകയാണ്. കുറെ നുണകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു വെച്ചു, കുറെ കളവൊക്കെ കണ്ടെത്തി, ഇത് പറയാം അത് പറയാം, അങ്ങനെ രക്ഷപ്പെടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കഅബ് റളിയല്ലാഹു അൻഹു പ്ലാനൊക്കെ നടത്തിയത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്താനായി എന്ന് കേട്ടപ്പോ സാഹ അന്നിൽ ബാത്തിൽ, എല്ലാ കളവുകളും ഞാൻ ഒഴിവാക്കി. കാരണം എനിക്ക് ഉറപ്പായി, ഞാൻ എന്ത് നുണ പറഞ്ഞാലും എന്ത് കളവ് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. നബിനോട് വേണമെങ്കിൽ നുണ പറയാം, പക്ഷെ അല്ലാഹുവിന്റെ വഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരും. ഫഅജ്മഅതു സിദ്ഖഹു, അതുകൊണ്ട് തന്നെ സത്യം പറയാൻ ഞാൻ ഉറപ്പിച്ചു. സത്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുള്ളൂ, ഒരിക്കലും ഞാൻ നബിയോട് നുണ പറയുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രഭാത സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തബൂക്കിലേക്ക് പോയ സഹാബിമാരും മദീനയിൽ തിരിച്ചെത്തി. വകാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദി ഫയർകഉ ഫീഹി റകഅതൈൻ. ഈ യാത്രക്ക് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരയിലേക്ക് വീട്ടിലേക്ക് പോയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്, ദീർഘദൂര യാത്രക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വീട്ടിലേക്ക് പോവല്ല ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ കയറും, 2 റക്അത്ത് നിസ്കരിക്കും. തബൂക്കിൽ നിന്ന് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ജലസ ലിന്നാസ്, പിന്നെ ആ മദീനയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നബി അവിടെ ഇരിക്കുകയാണ്. കുറെ ആൾക്കാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന മദീനയിലുള്ള ആൾക്കാരുടെ വിഷയം എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരുന്നു. അപ്പൊ യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു നിന്ന ആൾക്കാര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. 80-ലധികം ആൾക്കാരുണ്ട്. 80-ലധികം ആൾക്കാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ പക്കാ മുനാഫിക്കുകളുണ്ട്,
ഒരു കാരണം അവർക്കില്ല, ഒരു ഇളവും അവർക്ക് പറയാനില്ല. ബോധപൂർവം കഴിവുണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മനുഷ്യന്മാരാണ്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, നബിയോട് പച്ച നുണ പറഞ്ഞു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് കഴിച്ചിലായി പോവുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞ കാര്യം സ്വീകരിക്കുക ചെയ്തത്. ഓരെ നെഞ്ചുകുത്തി തുറന്നിട്ട് ഓരോ ഉള്ളിൽ എന്താണെന്ന് അറിയാനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ലല്ലോ. വസ്തഗ്ഫറ ലഹും വവകല സറായിറഹും ഇലല്ലാഹ്. ഓർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനം തേടി. അവരുടെ രഹസ്യങ്ങൾ എന്താണോ അവരുടെ ന്യായമായ കാരണം അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കഴിയൂല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഈ കാരണം ബോധിപ്പിച്ച മുനാഫിക്കുകളായ മനുഷ്യന്മാര്. ഒരാളുടെ ഹൃദയം അറിയാൻ, മനസ്സറിയാൻ അത് അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നവൻ നമ്മുടെ റബ്ബാൻ. മൊഹ്ദിമാലയില് മൊഹ്ദി ശൈഖിനെ പറ്റിയിട്ട് പറയുന്നത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളുടെ കൈഭാഗമെന്നോവർ. ഒരു കുപ്പിക്കകത്തിരിക്കുന്ന മിഠായി, പലഹാരം, അത് എങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുക അതുപോലെ നമ്മുടെ മനസ്സിലുള്ളത് മൊഹ്ദി ശൈഖ് അറിയുന്നതാണ് മൊഹ്ദിമാലയിലുള്ളത്. അള്ളാഹു ശരിയായ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസരമെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. തബസ്സമ തബസ്സുമൽ മുഗ്ദബ്. ഒരു ദേഷ്യം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരാൾ ചിരിക്കുന്ന ചിരി ഉണ്ടല്ലോ, ആ ചിരിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചത്. ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ മാത്രമല്ല അയാൾ ചിരിക്കുക, കൗതുകം തോന്നുന്ന അത്ഭുതം കൂറുന്ന സംഭവങ്ങൾ കണ്ടാൽ അയാൾ ചിരിക്കും. അല്ലെങ്കിൽ ദേഷ്യം വന്നാലും ചിരിക്കും. നമ്മൾ പറയില്ലേ ചിലപ്പോ ഇത് ആ ചിരിയല്ല, ഇത് മറ്റേ ചിരിയാണ്. അപ്പൊ ദേഷ്യം വന്ന ആളുടെ ചിരിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചത്. എന്നിട്ട് നബി പറഞ്ഞു, തആൽ കഅബ് വാ. കഅബ് റളിയല്ലാഹു അൻഹു ചെന്നു, സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഖല്ലഫക, എന്തേ കഅബേ നീ ഞങ്ങളുടെ കൂടെ തബൂക്കിലേക്ക് വരാതിരുന്നത്? എന്താണ് നിന്റെ കാരണം? എന്താണ് നിന്റെ ന്യായം? എന്താണ്? വാഹനം വാങ്ങിയിരുന്നില്ലേ? എന്താ പിന്തി നിന്നത്? അപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിലല്ലാതെ ഈ ദുനിയാവിൽ വേറെ ഏതൊരാളുടെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കളവ് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ താൽക്കാലികമായിട്ട് എനിക്ക് കഴിച്ചിലാക്കാൻ പറ്റും, പക്ഷേ അള്ളാഹു ആ വിവരം നിങ്ങൾക്ക് അറിയിച്ചു തരും. മാത്രല്ല അത്യാവശ്യം തർക്കിക്കാനൊക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ. ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടാവും, ഓന്റെ കൂടെ ഒരു സത്യവും ന്യായം ഉണ്ടാവില്ല, എന്നാലോട് പറഞ്ഞിട്ടാണ് ജയിക്കും. അങ്ങനത്തെ ടീം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കഴിവുള്ള ആള് കൂടിയാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോ നിങ്ങളോട് ഒരു ഇളവും പറയാനില്ല. ഇന്നീല അർജു ഫീഹി അഫ്വല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പര്യവസാനമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ. ലാ വല്ലാഹി മാ കാന ലീ ബി മിൻ ഉദ്ർ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ഇളവുമില്ല, എനിക്കൊരു ന്യായവും നിങ്ങളോട് പറയാനില്ല, ഒന്നും നിങ്ങളെ ബോധിപ്പിക്കാനില്ല. വല്ലാഹി മാ കുൻതു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻക. ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഞാൻ നിങ്ങളെ തൊട്ട് പിന്തി നിന്നു. ഞാൻ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയത്തായിരുന്നു, എനിക്ക് എല്ലാ സൗകര്യങ്ങളുള്ള സമയത്തായിരുന്നു. ഇതല്ലാതെ വേറൊരു ഇളവും എനിക്ക് പറയാനില്ല, എനിക്കൊന്നും നിങ്ങളോട് ബോധിപ്പിക്കാനില്ല, ഒരു കാരണവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ സത്യസന്ധതയാണ്, നിഷ്കളങ്കതയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാക്കിൽ നമ്മൾ കാണുന്നത്. ഈ കഥയുടെ ക്ലൈമാക്സിൽ എത്തുമ്പോ ഈ സത്യസന്ധത കൊണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായ മെച്ചവും നേട്ടവും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്മാ ഹാദാ ഖദ് സദഖ. കഅബ് പറഞ്ഞത് സത്യമാണ്. ഫഖും ഹത്താ യഖ്ദിയല്ലാഹു ഫീക. അവിടെ നീ എഴുന്നേറ്റോ, അന്റെ വിഷയത്തിൽ അല്ലാഹു ഒരു തീരുമാനം എടുക്കട്ടെ.
അതുവരെ ഞാൻ ഒന്നും പറയുന്നില്ല, നീ പറഞ്ഞത് സത്യമാണ്, അള്ളാഹു നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചയക്കാൻ. അപ്പൊ ബനൂ സലിമക്കാരായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കുടുംബക്കാര് കഅബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾ മുമ്പ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്, മുമ്പ് എല്ലാ യുദ്ധങ്ങളും പങ്കെടുത്ത ആളാണ്, നിങ്ങളെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു മോശം ഇമേജ് ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ കൂട്ടുകാർക്കോ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, ബാക്കിയുള്ളവരൊക്കെ പലതും പറഞ്ഞ് രക്ഷപ്പെട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കൊക്കെ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നബി ഇസ്തിഗ്ഫാർ തേടും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിലായിക്കൂടെ? അപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും, ഓർക്ക് ഓരോടുള്ള ഇഷ്ടമാണ്, കഅബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഇഷ്ടം കാരണം ഓരോ പറയുന്നത്. പക്ഷെ അങ്ങനെ നുണ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് കഅബ് റളിയല്ലാഹു അൻഹു കൊടുക്കേണ്ടി വന്നിരുന്ന വില വളരെ വലുതാകുമായിരുന്നു. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു തോന്നി, നബിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ടാണ്ട് രക്ഷപ്പെട്ടാലോ, തിരിച്ചു മടങ്ങിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹൽ ലഖി ഹാദാ മഇ അഹദ്, എന്റെ അതേ അവസ്ഥയിലുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞിട്ട് കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ എടങ്ങറായ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ബനൂ സലിമക്കാർ പറഞ്ഞു, അതെ, രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയാണ് അത്? അത് മുറാറത്ത് ഇബ്നു റബീഅ അൽ അംറിയും ഹിലാൽ ഇബ്നു ഉമയ്യ. മുറാറത്ത് ഇബ്നു റബീഉം ഹിലാൽ ഇബ്നു ഉമയ്യയുമാണ് അത്. ആ രണ്ടാൾക്കാരും ബദറിൽ പങ്കെടുത്ത രണ്ട് സഹാബിമാരാണ്, നല്ല മനുഷ്യന്മാരാണ്. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീഹിമാ ഉസ്വ, അവരെനിക്ക് മാതൃകയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല, ഇനി നബിന്റെ അടുക്കൽ പോയിട്ട് ഒരു കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കൂല, ഇങ്ങനെ കണ്ട് പോകട്ടെ, ഈ തീരുമാനത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് കണ്ടിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പിന്നെ നബിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. അങ്ങനെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബഹിഷ്കരിച്ചു. സഹാബിമാരോട് പറഞ്ഞു, എന്നോടും മുറാറയോടും ഹിലാൽ ഇബ്നു ഉമയ്യയോടും ഒരാളും സംസാരിക്കാൻ പാടില്ല. അതോടുകൂടി ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങളോടുള്ള പെരുമാറ്റ രീതിയൊക്കെ മാറി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവര് ഒന്ന് വർത്താനം പറയോ, സംസാരിക്കോ? അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അനുസരിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് സഹാബിമാര്. അങ്ങനെ ഒരാളും മിണ്ടുന്നില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഭൂമി തന്നെ ഞങ്ങൾക്ക് അപരിചിതമായിട്ട് തോന്നിനാൻ. എന്റെ കൂടെയുള്ള രണ്ടാൾക്കാര് മുറാറത്ത് ഇബ്നു റബീഉം ഹിലാൽ ഇബ്നു ഉമയ്യയും ഒരു കുറച്ച് പ്രായമായ ആൾക്കാരാണ്, എന്നെ പോലെ ചെറുപ്പക്കാരല്ല. ഒരു രണ്ടാളും പുരയിലിരുന്നിട്ട് കരയാ, വീട്ടിലിരിക്കുക, കരയിൽ തന്നെ കരയില്, വേറൊരു പണിയും ഓർക്കില്ല. ഫലബിസ്നാ അലാ ദാലിക 50 ലൈല, 50 ദിവസം ഞങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിനാൻ. 50 ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഈ മൂന്നാൾക്കാരോടും മിണ്ടുന്നില്ല, ഓരെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചിരിക്കാൻ. ബാക്കിയുള്ള രണ്ടാൾക്കാരും പുറയിലിരിക്കാൻ. എന്നാൽ കഅബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, തന്റെ ഉള്ള ആളാണ്. കഅബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വരും, നിസ്കാരം ജമാഅത്ത് അതിൽ പങ്കെടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുമ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ നോക്കും. സാധാരണ സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെ നബി എന്തായാലും അടക്കുന്നില്ല. ഇനി നബി എങ്ങാനും സലാം അടക്കുന്നുണ്ടോ എന്ന് അറിയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കും. ഹൽ ഹറക ശഫതൈഹി ബിറദ്ദി സലാമി അലയ്യ അം ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങാടി കൂടെ ഞാൻ നടക്കും. വലാ യുകല്ലിമുനി അഹദ്, ഒരാൾ പോലും എന്നോട് വർത്തമാനം പറയില്ല, ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കൂല. സുബ്ഹാനല്ലാഹ്, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് എത്ര ഇടുക്കം അവർക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങാടി കൂടെ നടക്കണം, എല്ലാരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അതുവരെ കണ്ടു വർത്താനം പറഞ്ഞിരുന്ന മനുഷ്യന്മാരാണ്. ഒരാളും മിണ്ടുന്നില്ല, ആരും സലാം പറയുന്നില്ല, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, പൂർണ്ണമായിട്ടുള്ള ബഹിഷ്കരണം. അതാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുകാരും അനുഭവിച്ച അനുഭവം. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ നബിന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിസ്കരിക്കും. എന്നിട്ട് നിസ്കാരത്തിനിടയിൽ ഞാൻ പതുക്കെ നബിനെ നോക്കും. നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ ഒളിക്കണ്ണിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നോക്കും, നബി എന്നെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്റെ നോട്ടം തിരിച്ചാല് നബി എന്നെ നോക്കും.
ഞാൻ നബിനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കുകയില്ല. അങ്ങനെ ആ ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ എടങ്ങറായിപ്പോ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകൻ അബൂ ഖതാദ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹു ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. അബൂ ഖതാദ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസല്ലംതു അലൈഹി, ഞാൻ അബൂ ഖതാദയോട് സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലൈഹി സലാം, അല്ലാഹുവാണ് അബൂ ഖതാദന്റെ സലാം മടക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും കൽപ്പനയും അത്രക്കും കണിശമായിട്ട് പാലിച്ചിരുന്നവരാണ് സഹാബിമാർ. ഒരു സലാം മടക്കാൻ പോലും സഹാബിമാര് തയ്യാറായില്ല. അബൂ ഖതാദയോട് കഅബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്, യാ അബാ ഖതാദ അൻഷുദുക ബില്ലാഹ് ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അല്ലാഹു തന്നെയാണ് സത്യം. അബൂ ഖതാദ, നിനക്കറിയില്ലേ എനിക്ക് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടമാണെന്ന്? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അബൂ ഖതാദ നിനക്കറിയില്ലേ? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കഅബ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, എനിക്കറിയില്ല അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് ഇഷ്ടമാണെന്ന്. അവസാനം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം. അങ്ങനൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫാലത ഐനായി, എന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. പിന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അബൂ ഖതാദയുടെ വീട്ടിൽ നിന്ന് ഞാൻ മെല്ലെ ഇറങ്ങി. അവിടുന്ന് ഞാൻ പതുക്കനെ ഇറങ്ങി തിരിച്ച് മടങ്ങുകയാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഷാമിൽ നിന്നുള്ള ഒരു കർഷകൻ വന്നിട്ടുണ്ട്. ആ കർഷകൻ വന്നിട്ട് അങ്ങാടിയിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, മൻ യദുല്ലു അലാ കഅബ് ഇബ്നു മാലിക്, ആരാണ് എനിക്ക് കഅബ് ഇബ്നു മാലിക്കിനെ കാണിച്ചു തരിക? അപ്പൊ അങ്ങാടിയിലുള്ള ആൾക്കാർ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവിടെയും സംസാരമൊന്നുമില്ല, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ കർഷകൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കത്ത് നീട്ടി. ഗസ്സാനിലെ ഭരണാധികാരി രാജാവിന്റെ അടുക്കൽ നിന്നുള്ള കത്താണത്. കഅബ് റളിയല്ലാഹു അൻഹു ആ കത്ത് പൊട്ടിച്ചു. അപ്പൊ കത്തിലുള്ളത്, അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനി അന്ന സാഹിബക ഖദ് ജഫാക, നിന്റെ നേതാവ് മുഹമ്മദ് നിന്നോട് പരുഷമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഫൽഹഖ് ബിനാ നുവാസിക്, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോ, ഞങ്ങളോടൊപ്പം ചേർന്നോ, നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരാം. അല്ലെ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മൂപ്പർ അതിനിറങ്ങിയതാണ്. കഅബ് റളിയല്ലാഹു അൻഹു ഏതായാലും ഇപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും സൈഡാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് വലിച്ചാല് ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ള നോട്ടാണ്. അപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കത്ത് ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, വഹാദാ ഐലം മിനൽ ബലാ, ഇതും വേറൊരു പരീക്ഷണമാണ്. ആ കത്ത് നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിലിട്ട് കത്തിച്ചു. അങ്ങനെ അവിടെ ആ ഒരു പ്രശ്നം തീരുകയാണ്. അങ്ങനെ 50 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കഅബ് റളിയല്ലാഹു അൻഹുവിനോടും കൂട്ടുകാരോടും മിണ്ടാതിരുന്നത് നമ്മൾ പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോ, ഈ 50 ദിവസങ്ങളിൽ 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദൂതൻ വന്നിട്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക അൻ തഅ്തസില ഇംറഅതക, നിങ്ങളെ ഭാര്യയെ വിട്ടു നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. അതുവരെ പെണ്ണുങ്ങൾ കൂടെ ഉണ്ട്, ഇനി പെണ്ണുങ്ങളെ ഒപ്പം പറ്റൂല, പെണ്ണുങ്ങളെയും മാറ്റി നിർത്താൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉതല്ലിഖുഹാ അമ്മാദാ അഫ്അൽ, ഞാൻ ഓളെ ത്വലാഖല്ലാണോ, അതല്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ത്വലാഖ് ചെല്ലേണ്ട ആവശ്യമില്ല, ഓളെ വിട്ടു നിന്നാ മതി. വലാ തഖറബ്ഹാ, ഓളോട് അടുക്കാൻ പറ്റൂല. അപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഭാര്യനെ വിളിച്ചിട്ട് ഉമൈറ ബിൻതു ജുബൈർ റളിയല്ലാഹു അൻഹ ഓരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൽഹഖി ബി അഹ്ലിക് ഫതകൂനി ഇൻദഹും ഹത്താ യഖ്ദിയല്ലാഹു ഫി ഹാദൽ അംർ, ഈ വിഷയത്തിൽ അല്ലാഹു ഒരു തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളി, നിങ്ങൾ അവിടെ നിന്നോളി എന്നാണ്. അപ്പൊ ഇതേ വിഷയവുമായിട്ട് കഅബ് റളിയല്ലാഹു അൻഹു രണ്ട് കൂട്ടുകാരുടെ അടുക്കലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, കഅബ് റളിയല്ലാഹു അൻഹു പോലെ ചെറുപ്പക്കാരല്ല ബാക്കിയുള്ള രണ്ടാൾക്കാർ, കുറച്ച് പ്രായമായ ആൾക്കാരാണ്. അപ്പൊ ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യ, അദ്ദേഹം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഹിലാൽ ഇബ്നു ഉമയ്യ ഒരു പ്രായമായ വൃദ്ധനായ മനുഷ്യനാണ്, അയാൾക്ക് സഹായത്തിന് ഒരാൾ വേണം. അപ്പൊ ഞാന് ഓർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓരെ ഞാൻ സഹായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ല അതും പാടില്ല എന്നാണോ?
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അവരെ സഹായിക്കാം, അല്ലാത്ത നിലക്കുള്ള ഒരു ബന്ധവും പറ്റുകയില്ല. അപ്പൊ പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യ ഈ പ്രശ്നം തുടങ്ങിയത് മുതൽ കരഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ്, വേറൊരു വികാരവും അവർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാര്യ തിരിച്ചുപോയി. ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യക്ക് ഹിലാൽ ഇബ്നു ഉമയ്യക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനുള്ള അനുവാദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പോ കഅബ് റളിയല്ലാഹു അൻഹു കുറച്ച് കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടല്ലോ, അതേപോലെ നിങ്ങളും പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറയും, നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളെ കൂടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്കി. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅന റജുലുൻ ശാബ്, ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞാനൊരു യുവാവാണ്, ബാക്കിയുള്ളവരെ പോലെ പ്രായമായ ആളല്ല, എന്റെ കാര്യങ്ങൾ സ്വയം നോക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ഞാൻ ഒരിക്കലും അനുവാദം ചോദിക്കുകയില്ല. അങ്ങനെ 10 ദിവസം കൂടി കഴിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഈ 3 ആൾക്കാരോട് മിണ്ടാതെ സംസാരിക്കാതെ ബഹിഷ്കരണം ഏർപ്പെടുത്തിയിട്ടുള്ള 50 ദിവസങ്ങൾ പൂർത്തിയായി. ആ 50 ദിവസത്തിനടക്ക് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അനുഭവിച്ച ഒറ്റപ്പെടൽ എത്രയായിരിക്കും, അവരനുഭവിച്ച സങ്കടവും വേദനയും നീറ്റലും എത്ര വലുതായിരിക്കും. 50ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാൻ. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഭൂമി ഇത്ര വിശാലമായിട്ടും ഞങ്ങളുടെ മനസ്സൊക്കെ വല്ലാതെ ഇടുങ്ങിപ്പോയി. ആ സമയത്ത് മദീനയിലെ സൽഅ മലയുടെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേൾക്കാൻ. യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, കഅബ് ഇബ്നു മാലിക് നിങ്ങൾ സന്തോഷിക്കുക. ആ ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോ തന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഫഖറർതു സാജിദ, ഞാൻ നേരെ സുജൂദിലേക്ക് വീണു. കാരണം ആ ഒച്ച കേട്ടപ്പോ തന്നെ എന്നോട് സന്തോഷിക്കാനുള്ള വിളി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ വിഷയത്തിലുള്ള ആയത്ത് ഇറങ്ങിയിട്ടുണ്ടാകും, ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആൾക്കാർക്കും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അള്ളാഹു തൗബ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം സഹാബിമാർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് സഹാബിമാര് വലിയ ആവേശത്തിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഓടി വന്നിരിക്കുകയാണ്. ഒരാള് കുതിരപ്പുറത്താ വന്നത്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. പക്ഷെ ആ കുതിരപ്പുറത്ത് വന്ന ആള് വിവരം എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സൽഅ മലയുടെ മുകളിൽ നിന്നുള്ള ശബ്ദമാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത്. ഹംസത്ത് ഇബ്നു അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ആണ് അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ആ മനുഷ്യന് കഅബ് റളിയല്ലാഹു അൻഹു ഉടുത്ത കുപ്പായം ഊരി കൊടുക്കാൻ. ആ സന്തോഷം കൊണ്ട് ആ കുപ്പായം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഊരി കൊടുത്തു. വല്ലാഹി മാ അംലികു ഗൈറഹുമാ യൗമഇദിൻ, ഞാൻ ധരിച്ച കുപ്പായം അല്ലാതെ വേറൊരു കുപ്പായം എനിക്ക് അന്നില്ല. പക്ഷേ ആ സന്തോഷ വാർത്ത അറിഞ്ഞ ആ നിമിഷം സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ ഉടുത്ത കുപ്പായം ഞാൻ ആ മനുഷ്യർക്ക് ഊരിക്കൊടുത്തു. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് പോകാൻ കുപ്പായം കടം വാങ്ങുക ചെയ്തത്. വേറെ കുപ്പായം ഇല്ലാത്തതുകൊണ്ട് കുപ്പായം വായ്പ വാങ്ങി ആ കുപ്പായം ധരിച്ചിട്ടാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് പോകുന്നത്. മദീന പള്ളിയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിമാർ ഇരിക്കുന്നുണ്ട്. فقام إليه طلحة بن عبيد الله يهرول حتى صافحني. അങ്ങനെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ആ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്റെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് എനിക്ക് മുസാഫഹത്ത് തന്നു, എനിക്ക് ഷെയ്ഖ് ഹാൻഡ് തന്നു, എന്നെ അഭിനന്ദിച്ചു. മാ ഖാമ ഇലയ്യ റജുലുൻ മിനൽ മുഹാജിരീന ഗൈറ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ അല്ലാതെ വേറൊരു മുഹാജിറും എന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വന്നിട്ടില്ല. വലാ അൻസാഹാ ലി ത്വൽഹ, ഈ വിഷയത്തിൽ ത്വൽഹയുടെ ആ ഇടപെടൽ അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കാരണം അത്രക്കും സന്തോഷം ആർക്ക് തോന്നിയിട്ടുണ്ട്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തോന്നിയിട്ടുണ്ട്. ചില മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ വലിയ സംഭവം ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ചെറിയ ഇടപെടൽ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയ സന്തോഷവും ആനന്ദവും അതിരില്ലാത്തതായിരിക്കും. അതാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയുടെ വിഷയത്തിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനുഭവിച്ച സന്തോഷം. ആ വിഷയത്തിൽ ത്വൽഹയെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്.
ഞാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദക ഉമ്മുക. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതിന് ശേഷം നിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല ദിവസം കൊണ്ട്, ഈ നിമിഷം കൊണ്ട് കഅബ് ഇബ്നു മാലിക് നീ സന്തോഷിക്കുക. അപ്പൊ തൗബ കിട്ടുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും. അപ്പൊ നമ്മളൊക്കെ തൗബ ചെയ്യാറുണ്ട്. ആ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും ഉറപ്പ് നമുക്കുണ്ടോ? ഇത് അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് കിട്ടിയ ഒരു മനുഷ്യനാണ്. അപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അമിൻ ഇൻദില്ലാഹ്. ഇത് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള തീരുമാനമാണോ അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനമാണോ? ബൽ മിൻ ഇൻദില്ലാഹ്. അല്ല കഅബ്, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അങ്ങനെ പ്രകാശിക്കുകയാണ്. കഅന്നഹു ഖിത്അതു ഖമരിൻ, ഒരു ചന്ദ്രനെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശിച്ചു. വകുന്നാ നഅരിഫു ദാലിക മിൻ, അങ്ങനെ സന്തോഷമുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അങ്ങനെ പ്രകാശിക്കുന്നത്, തിളങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രകാശിക്കുന്ന മുഖം കാണാനുള്ള സൗഭാഗ്യം കിട്ടിയ മനുഷ്യന്മാർ കൂടിയാണ് സഹാബിമാർ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇരുന്നു. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ തൗബയുടെ പൂർത്തീകരണം എന്ന നിലക്ക് എന്റെ ധനം മുഴുവൻ സദഖയായിട്ട്, എന്റെ സമ്പത്ത് മുഴുവൻ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക അലൈക ബഅദ മാലിക് ഫഹുവ ഖൈറുൽ ലക്. കഅബ്, അങ്ങനെ എല്ലാം ചെലവഴിക്കണ്ട, കുറച്ച് നീ നിന്റെ അടുക്കൽ തന്നെ വെച്ചു, അത് നിനക്ക് ആവശ്യം വരും. അപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഖൈബറിലുള്ള എന്റെ ഓഹരി ഞാൻ പിടിച്ചു വെച്ചോളാം, ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇതാ സ്വതക്കയായിട്ട് കൊടുക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കഅബ് റളിയല്ലാഹു അൻഹു ആ സന്തോഷത്തിന്റെ ആധിക്യമാണ്. സമ്പത്ത് മുഴുവൻ കൊടുക്കാതെ അത്രക്കും സന്തോഷം തോന്നി. എന്നിട്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഇന്നമാ നജ്ജാനി ബിസ്സിദ്ഖ്. സത്യസന്ധത കാരണമാണ് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ തൗബയുടെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്, ഇനി ഒരിക്കലും സംസാരിക്കുമ്പോൾ ഞാൻ കളവ് പറയുകയില്ല, ഒരാളോടും ഞാൻ നുണ പറയുകയില്ല. അതും ഞാൻ എന്റെ തൗബയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി, മെച്ചങ്ങൾ ഉണ്ടായി. പിന്നീട് ഒരാളോട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സൂറത്ത് തൗബയിലെ 117, 118, 119 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാരി തബൂക്കിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. മാറ്റി നിർത്തപ്പെട്ട 3 ആൾക്കാർക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇനി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ തൗബയുടെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ പറഞ്ഞു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല ഏകദേശം 50ഓളം പാഠങ്ങൾ, 47 പാഠങ്ങൾ ഫത്ഹുൽ ബാരിയിൽ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ തൗബയുടെ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങൾ നമ്മൾ പറഞ്ഞു പോവാണ്. ചിലതൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും. ഒന്നാമത്തെ കാര്യം, നന്മക്ക് ഒരു അവസരം കിട്ടിയാൽ, നമുക്കൊരു നന്മ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അത് നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേരണ്ട, തബൂക്കിലേക്ക് പോകണ്ട എന്നൊന്നും തീരുമാനിച്ച ആളല്ലല്ലോ. അത് പിന്നെ ആവാം, നബിയും സഹാബിമാരും പോയിക്കോട്ടെ, ഞാനിവിടെ നിൽക്കാം, എൻ്റെ അടുത്ത് നല്ല വാഹനമുണ്ട്, 1-2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ കൂട്ടത്ത് കൂടാതെ മാറിയുന്നു. ആ നന്മ ചെയ്യാനുള്ള ഫസ്റ്റ് ചാൻസ് കിട്ടിയപ്പോ അത് ചെയ്യാതെ പിന്നെ ആകാം, നാളെ ആകാം, മറ്റന്നാളാകാം എന്ന് പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോയി അവസാനം ആ നന്മ ചെയ്യാനുള്ള അവസരം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെട്ടു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരാൾക്ക് ഒരു നന്മ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ഫഹഖുഹു അൻ യുബാദിറ ഇലൈഹാ, ധൃതി കാണിക്കണം.
ആ നന്മ ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കണം. ആ ഒരു പാഠം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ധൃതി കാണിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നേക്ക് മാറ്റി വെച്ചാൽ അതുകൊണ്ട് വലിയ ദോഷമുണ്ടാകും, നമുക്ക് വലിയ നന്മകളും പുണ്യങ്ങളും നഷ്ടപ്പെടും. രണ്ടാമത്തെ ഒരു കാര്യം, സത്യസന്ധതയുടെ ഗുണവും കളവിന്റെ മോശമായ പര്യവസാനവും ഈ സംഭവത്തിലുണ്ട്. കാരണം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ രണ്ടു കൂട്ടുകാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ തുടക്കത്തിൽ ഒരു കുറച്ച് ഇടങ്ങറായി. ഒരു 19 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും അവരെ ബഹിഷ്കരിച്ചു. എന്നാൽ പര്യവസാനം ആർക്ക് അനുകൂലമായിരുന്നു? ഓർക്ക് അനുകൂലമായിരുന്നു. അതായത് ഈ മുനാഫിക്കുകളായ ആൾക്കാര് തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നുണ പറഞ്ഞിട്ട് ഒരു കഴിച്ചിലായി പോയി. പക്ഷേ അവരുടെ വിഷയത്തിൽ സൂറത്ത് തൗബയിൽ ആയത്തിറങ്ങുന്നുണ്ട്. സൂറത്ത് തൗബയിലെ 95, 96 ആയത്തുകൾ ഈ നുണ പറഞ്ഞിട്ട് നബിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ടാണ്. ശക്തമായ താക്കീതായിരുന്നു ആ ആയത്തുകളിലൂടെ അള്ളാഹു ഓർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോ സത്യസന്ധത നമ്മൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന മെച്ചം, അതിന്റെ റിസൾട്ട് കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം, എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഈമാനുള്ള ഒരാള് ആഗ്രഹിക്കേണ്ടത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നടന്നാല് അള്ളാഹു നമ്മളെ കൈവിടും. ഇപ്പൊ മുനാഫിക്കുകൾ ഓരെന്തിനാ നബിന്റെ അടുക്കൽ വന്നിട്ട് നുണ പറഞ്ഞത്, കളവ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ളവരും അവരെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിനെ പറ്റിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്, യഹ്ലിഫൂന ലക്കും ലിതർദൗ അൻഹും. ഒരു കള്ളസത്യം ചെയ്തു. എന്തിന്? നീ അവരെ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട്, സഹാബിമാർ അവരെ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബിയും കൂട്ടരും ഓരോ തൃപ്തിപ്പെട്ടാലും ഫാസിക്കുകളായ ഒരു ടീമിനെ, ജനതയെ അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവുമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാല് ബാക്കിയുള്ളത് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ തൃപ്തി ഇഷ്ടമൊന്നും കിട്ടിയിട്ടില്ല, ജനങ്ങളുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ആ ഒരു പാഠം കഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാലാമത്തെ ഒരു മെസ്സേജ്, തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ ആ വാതിൽ ഉടനെ എന്ത് ചെയ്യണം? കൊട്ടിയടക്കണം. കാരണം ഗസ്സാൻ രാജാവിന്റെ കത്ത് വന്നു. ആ കത്ത് കിട്ടിയപ്പോ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എടുത്ത സ്റ്റാൻഡ് എന്താണ്? ഹാദാ അയ്ലം മിനൽ ബലാ, ഇതൊരു ഫിത്നയാണ്, ഇതൊരു പരീക്ഷണമാണ്. ആ കത്ത് സൂക്ഷിച്ചു വെക്കുക പോലും ചെയ്തിട്ടില്ല. അത് നേരെ കൊണ്ടുപോയിട്ട് അടുപ്പിലിട്ട് കത്തിച്ച് കളയാ ചെയ്തത്. ആ തിന്മയുടെ വാതില് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കൊട്ടിയടച്ചു. അപ്പൊ തിന്മ വരുന്ന ഒരു വഴി ഉണ്ട് എന്ന് അറിയുമ്പോൾ അത് പെട്ടെന്ന് അടക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. തിന്മയുടെ സാഹചര്യങ്ങൾ പെട്ടുപോയാൽ പിന്നോടുന്ന് രക്ഷപ്പെട്ടു പോരാന്നുള്ള ഇടങ്ങറാണ്. ആദ്യമേ എന്ത് ചെയ്യുക? ആ വാതിലുകൾ അടക്കുക എന്നുള്ളതാണ് കാര്യം. അതാണ് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. അഞ്ചാമത്തെ ഒരു പാഠം തിന്മയുടെ ഗൗരവമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആലയിൽ നിന്നുള്ള ഒരു വാക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല പറയാണ്, ഈ മൂന്നാൾക്കാര് ഇത്ര കഷ്ടപ്പെട്ടു, ഓര് ഇതൊക്കെ നേരിട്ടു. ഓരാരും ഹറാമ് തിന്ന മനുഷ്യന്മാരല്ല. ഓരാരും അന്യായമായിട്ട് ഒരാളെ കൊന്ന മനുഷ്യന്മാരല്ല. അവരാരും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരുമല്ല. പിന്നെ എന്താ ഓര് ചെയ്ത തെറ്റ്? ന്യായമായ കാരണമില്ലാതെ, ഇളവില്ലാതെ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു യുദ്ധത്തിന് ഒരു പോയില്ല, അങ്ങനെ വിട്ടുന്നു. അതാണ് അവർ ചെയ്ത തെറ്റ്. അപ്പൊ ആ തെറ്റിന്റെ പേരിൽ പോലും ഈ മൂന്നാൾക്കാർ ഇത്ര ഇടങ്ങറായിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എത്ര ഇടങ്ങർ അനുഭവിക്കേണ്ടി വരും? ഇവര് ചെയ്തത് ഒരു ഹറാമ് തിന്നലോ, ഒരാൾ അന്യായമായിട്ട് കൊല്ലലോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലോ ഒന്നും അല്ലല്ലോ. ഒരു യുദ്ധത്തിന് പോകാതെ മാറി എന്നുള്ളതാണ് പ്രശ്നം. ആ തെറ്റിന്റെ പേരിൽ ഇവർ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല ചോദിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ആറാമത്തെ ഒരു സംഗതി കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഈ അനുഭവത്തിൽ നമുക്ക് കിട്ടുന്നത് സുജൂദു ശുക്രാൻ. സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ ഒരു സുന്നത്താണ്. ഇപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോ ഒരു തവണ പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല,
സുജൂദ് ശുക്ർ ചെയ്തിട്ടുണ്ടാവില്ല. ആ സുജൂദ് ശുക്ർ ചെയ്യേണ്ട എത്രയോ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വലിയ നന്മകൾ, നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഗതി. ഇപ്പൊ നമ്മളെ വൈഫ് പ്രഗ്നന്റ് ആയി, ഡോക്ടർമാർ പറഞ്ഞു സംഗതി കുറച്ച് ക്രിട്ടിക്കലാണ്, പ്രശ്നമാണ്, അങ്ങനെ വലിയ ഓപ്പറേഷനും സർജറിക്ക് വേണ്ടിയിരുന്നു പറഞ്ഞു. അതൊന്നുമില്ലാതെ എന്ത് ചെയ്തു, പ്രസവിച്ചു. സുഖപ്രസവാണ്. അപ്പൊ നമുക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിരിക്കാൻ അത് സന്തോഷാണ്. ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സുജൂദിലേക്ക് വീഴുന്നു. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്താൻ, സഹാബിമാരുടെ സുന്നത്താൻ. എന്തെങ്കിലും ഒരു പ്രതിസന്ധി നീങ്ങിപ്പോയി, ഇപ്പൊ വാപ്പാക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്, ICUലാണ്, ഡോക്ടർമാർ പറഞ്ഞു നമ്മളെ കയ്യിലൊന്നുമില്ല, ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ സുഖം പ്രാപിച്ചു, ഒരു പ്രശ്നമില്ലാതെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പൊ അതൊരു വലിയ സന്തോഷമാണ്, ഒരു വലിയ ഞെരുക്കം അല്ലാഹു നമ്മളിൽ നിന്ന് നീക്കി തന്നിരിക്കുകയാണ്. അപ്പൊ ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സുജൂദ് ശുക്ർ ചെയ്യണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ചര്യയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ സുജൂദിലേക്ക് വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്തില്ലാണെങ്കിൽ ഓന്റെ പേരിൽ അല്ലാഹു 10 സ്വലാത്തല്ലോ. ആ വിവരം അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ശുക്ർ ചെയ്തു. അപ്പൊ സുജൂദ് ശുക്ർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രബലമായ ഒരു സുന്നത്താണ്. 7ാമത്തെ ഒരു പാഠം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയാണ്. സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുംപിടുത്തം പിടിച്ചു, മിണ്ടിയില്ല. 40 ദിവസം ബഹിഷ്കരണം ഏർപ്പെടുത്തി. എന്തിനായിരുന്നു അത്? ഓര് മാറാൻ വേണ്ടിയിട്ടാണ്, ഓര് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവര് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരുമ്പോ നബിന്റെ മുഖത്തെ പറ്റിയിട്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? കഖിതഅതി ഖമർ, ഒരു ചന്ദ്രനെ പോലെ ആ മുഖം പ്രകാശിക്കാനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നുണ്ട്, കഅബ് ഇബ്നു മാലിക്കിനും മുറാറത്ത് ഇബ്നു റബീഅക്കും ഉമയ്യത്ത് ഇബ്നു ഹിലാലിനും ഉണ്ടായതിനേക്കാളും സന്തോഷം ആർക്കുണ്ടായിട്ടുണ്ടാകും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടാവുന്ന. അത് നബിക്ക് സഹാബിമാരോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 8ാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെക്കാളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് സഹാബിമാരുടെ ഒരു രീതിയായിരുന്നു. കാരണം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ ചങ്ങാതിയാണ്, കുടുംബക്കാരനാണ്, അടുത്ത സുഹൃത്താണ്. ആ അബൂ ഖത്താദന്റെ അരികിലേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ആര് ചെല്ലുന്നത്? കഅബ് ഇബ്നു മാലിക് ചെല്ലുന്നത്. സലാം പറഞ്ഞു, ഫവല്ലാഹി മാ റദ്ദ സലാം, സലാം മടക്കിയില്ല എന്നാണ് പറഞ്ഞത്. ആവർത്തിച്ച് പറയാണ്, അല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നില്ല അബൂ ഖത്താദ. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞത് അല്ലാഹു റസൂലുഹു അലം. അതും ആർക്കുള്ള മറുപടിയല്ല, കഅബ് ഇബ്നു മാലിക് മറുപടിയല്ല. കഅബ് ഇബ്നു മാലിക്കിനോട് ഒരു അക്ഷരം ആരും മിണ്ടുന്നില്ല, അബൂ ഖത്താദ മിണ്ടുന്നില്ല. കാരണം മിണ്ടാൻ പാടില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ആ കൽപ്പനയെ അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുചരന്മാർ, അതാണ് സഹാബിമാരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 9ാമത്തെ ഒരു പാഠം ഈ അനുഭവത്തിൽ നമുക്ക് കിട്ടുന്നത്, ഗീബത്ത് പറയുന്നത് കേട്ടാൽ അത് തടയുക എന്നുള്ളതാണ്. ഇപ്പൊ എവിടെ കഅബ് എവിടെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തിയപ്പോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ്, കഅബ് റളിയല്ലാഹു അൻഹു തന്നെ ഗോത്രക്കാരനാണ്, മൂപ്പര് പറയുന്നുണ്ട് ഹബ്സഹു ബുർദ, ഓനിങ്ങനെ സുഖിയനായിട്ട് ഓടെ ഇരിക്കാണ്, നമ്മളെ കൂടെ പോന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ബിസ്സമാ ഖുൽത്, എത്ര മോശമായ വർത്താനാണ് ഈ പറഞ്ഞത്. കഅബിനെ പറ്റിയിട്ട് അങ്ങനത്തെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഇല്ല, ഞങ്ങൾ ആരും കഅബ് ഇബ്നു മാലിക്കിനെ പറ്റിയിട്ട് അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗീബത്ത് എന്ത് ചെയ്യാണ്? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു മോശമായ കാര്യം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുക്കാൻ. അതും സഹാബിമാരുടെ ലൈഫിൽ നമ്മൾ കാണുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ പറ്റിയിട്ട്, നമ്മളൊരു സഹോദരനെ പറ്റിയിട്ട് ഓൻ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒരു ന്യൂനത പറയുമ്പോ, ഓന്റെ ഒരു നെഗറ്റീവ് പറയുമ്പോ നമ്മൾ പറയാ അത് പറയണ്ട, ഓന് വേറെ എന്തൊക്കെ നന്മകളുണ്ട്, ഓനെ പറ്റി നമ്മൾ അങ്ങനെ ഒന്നല്ലല്ലോ വിചാരിക്കുന്നത്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തടയുക. അങ്ങനത്തെ ഒരു രീതി ഈ അനുഭവത്തിൽ നമ്മൾ കാണുന്നു. 10ാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ വലിയ സംഭവങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല.
ഇപ്പൊ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വേറെയും മുഹാജിറുകളുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്. അപ്പൊ അൻസാറുകൾക്ക് മുഹാജിറുകൾക്ക് കൊടുക്കുന്ന അംഗീകാരം അത് വേറെ തന്നെയാണല്ലോ. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു വരുന്ന കണ്ടപ്പോ തന്നെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടിച്ചെന്ന് കഅബ് റളിയല്ലാഹു അൻഹുക്ക് കൈ കൊടുത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. വേറെ ആരും അവിടെ നിന്ന് ചെയ്യുന്നില്ല, എഴുന്നേറ്റ് വരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ നബിന്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് അവിടുന്ന് ചാടി എഴുന്നേറ്റ് നേരെ വന്ന് കഅബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലാ അൻസാഹ ലി ത്വൽഹ, ത്വൽഹ അന്ന് ചെയ്ത പണി അത് ഞാൻ ഒരിക്കലും മറക്കൂല. നമ്മള് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ അതൊരിക്കലും മറക്കാൻ നമുക്ക് പറ്റൂല. അങ്ങനത്തെ ഒരു പാഠം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ ബേസിക് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെസ്സേജ് അത് തൗബയുടെ മെസ്സേജ് തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അങ്ങനെ ഖേദിച്ച് മടങ്ങുമ്പോ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉണ്ടാകുന്ന സന്തോഷം, തൗബ ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ആശ്വാസം, അതൊക്കെ കഅബ് റളിയല്ലാഹുവിന്റെ ഈ അനുഭവത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളുള്ളത് റമദാനിലാണ്. തൗബ ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റു പറയേണ്ട കാലമാണ്. അപ്പൊ പ്രത്യേകിച്ച് തൗബയുടെ വിഷയം നമ്മൾ ഫോക്കസ് ചെയ്യുക. അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അവരുടെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സഹാബിയെയും നമ്മൾ സ്നേഹിക്കുന്നു. ഒരു സഹാബിയോടും നമുക്ക് വെറുപ്പില്ല. ഓരോടുള്ള സ്നേഹം കാരണം അവരുടെ കൂടെ അള്ളാഹുവേ നീ ഞങ്ങളെയും ചേർക്കണമേ. ഞങ്ങളാരും അവരെ പോലെ ഒന്നും ചെയ്തിട്ടില്ല, അവരെ പോലെ ആകാൻ നമുക്ക് കഴിയുകയുമില്ല. തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കറാമി ഫലാഹു. എന്നാൽ അവരെ പോലെ ആകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അങ്ങനെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നടന്ന വഴികളിലൂടെ നടക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.